ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിലവിൽ 2023 കമ്പനി ബോർഡ് LGSൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2 വർഷം മുന്നേ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ വന്ന് പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് ഇനി വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിരിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഇത് രേഖാംശ സ്ഥാനമാണ് ചോദിച്ചത്. അത് അക്ഷാംശ സ്ഥാനമാണെങ്കിൽ എങ്ങനെയായിരിക്കും? അക്ഷാംശ സ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ വരുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹിമാലയൻ നദികൾ ഉൾപ്പെടുന്നവ ഏതല്ല? അതായത് സിന്ധു നദി ഉൾപ്പെടുന്നുണ്ട്, ഗംഗ നദി ഉൾപ്പെടുന്നുണ്ട്, ബ്രഹ്മപുത്ര നദി. അപ്പോൾ നർമ്മദ നദി എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി നദിയാണ് നർമ്മദ. ഇതിൻ്റെ ആൻസർ ആയിരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂഭാഗത്തിൽപ്പെടുന്നു? താർ മരുഭൂമി. ജയ്സാൽമീർ എന്നത് ഒരു ഉഷ്ണ മരുഭൂമിയാണ്. താർ മരുഭൂമിയിലാണ് ജയ്സാൽമീർ ഭൂഭാഗത്തിൽപ്പെടുന്നത്. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ്, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അതായത് നമുക്ക് കേരളം എന്ന് പറയുന്നത് എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കവാടം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കവാടമാണ് നമ്മുടെ കേരളം. അപ്പോൾ നമുക്കായിരിക്കും ആദ്യത്തെ മഴ ലഭിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അത് വടക്കിഴക്കൻ മൺസൂൺ ആണെങ്കിലോ അത് ഒക്ടോബർ മുതൽ നവംബർ വരെ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. സുന്ദരവനം ഉൾപ്പെടുന്നത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. അപ്പോൾ കേരളത്തിലാണെങ്കിലോ കേരളത്തിൽ ഉൾപ്പെടുന്ന ഏതാണ്? പശ്ചിമഘട്ടമാണ് കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത നിലയിൽ വന്ന ജില്ല, അത് 2023 കറണ്ട് അഫെയർ ആയിരുന്നു. അതിന് ആൻസർ ആയിരുന്നത് വിജയനഗരമാണ്. ഇപ്പോൾ കർണാടകയിൽ 31ാമതായിട്ട് വരുന്ന ജില്ല. ഇതും അതുപോലെ തന്നെ കറണ്ട് അഫെയർ ആയിരുന്നു. കേരളപ്രദേശ് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല? അപ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്നവ ഉൾപ്പെടാത്ത എന്നിവ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. ഇതിൽ ഉൾപ്പെടുന്ന ആൻസർ വരുന്നത് ഇൽമനൈറ്റും മോണോസൈറ്റും, അതായത് 1ഉം 4ഉം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് ഉൾപ്പെടാത്തതെന്നാണ് ചോദിക്കുന്നതെങ്കിൽ 3ഉം 2ഉം എന്ന ഓപ്ഷൻ ഇത് വേണം ആൻസറായിട്ട് വരാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ടാണ് ആൻസർ ചെയ്യാം. കണ്ടൽക്കാട് കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് നമ്മുടെ കണ്ണൂർ. ഇത് ഫൈനാൻസ് സർക്കിളിൽ ഇത് തെറ്റുത്തരമായിട്ടാണ് കൊടുത്തിരുന്നത്, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ പമ്പയും കക്കിയും. 1ഉം 2ഉമാണ് ആൻസർ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. അതായത് ഗ്രാമവും ജില്ലയും ബ്ലോക്ക് നമുക്കറിയാം. പെടാത്തതാണ് താലൂക്ക് പെടുന്നൽ. താഴെ പറയുന്നതിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? PT ഉഷ ഉൾപ്പെടുന്നു, ബീനാമോൾ ഉൾപ്പെടുന്നു, TC യോഹന്നാൻ ഉൾപ്പെടുന്നു. ജിമ്മി ജോർജ് അത്ലറ്റ് അല്ല. ഓപ്ഷൻ 1, 2, 3 ആൻസർ. കേരളത്തിൽ ആദ്യം വന്യജീവി സങ്കേതം എന്ന് കണ്ടെത്തുക. കേരളത്തിൽ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാറാണ് ആദ്യത്തെ വന്യജീവി സങ്കേതം. അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതം ഈ ജില്ലയിലാണ് ചോദിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലാണ് മുത്തങ്ങ. പറമ്പിക്കുളം ആണെങ്കിലോ? പാലക്കാട് ജില്ലയിൽ. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? പീലിക്കോട്. ഇത് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ് എൻ്റെ ആൻസർ. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേർന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര ഉൾപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും കുറവുള്ള ജില്ല ഏതാണ്? എറണാകുളവും വയനാടും. ഇത് അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. 2020 വർഷത്തിൽ അത് ആൻസറില്ല. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് ഇരിവിപ്പൂർ. ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ഇരിവിപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. താഴെ പറയുന്നതിൽ വള്ളത്തോൾ നാരായണമേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാ? പ്രേമാശ്രമം പെടില്ല. ബാക്കി ബാപ്പുജി, എൻ്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിലെല്ലാം വള്ളത്തോൾ നാരായണമേനോൻ്റെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എപ്പോഴും യൂണിവേഴ്സിറ്റിയാണ് അരുണ ആസിഫ് അലി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മേഖല സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാബായി. ഈ ക്വസ്റ്റ്യൻസൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യനാണ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകാം. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഏതാണ്? ഇത് അന്നത്തെ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ ജയശങ്കർ വിദേശകാര്യ വകുപ്പ്. കേന്ദ്രഭരണ പ്രദേശമായ ഇതും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിപ്പോയി. അത് ഉത്തരവില്ലാത്തതുകൊണ്ടാണ് ഡിലീറ്റ് ആയിപ്പോയത്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ 1930, 31, 32. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ഏതാണ്? അംബേദ്കറാണ് 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്തത്. ഗാന്ധിജി 2ാമത്തെ സമ്മേളന മേശയിൽ മാത്രമേ പങ്കെടുത്തുള്ളൂ. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട നടന്ന ദാരുണ സംഭവമാണ് ജാലിയൻവാല കൂട്ടക്കൊല. വയനാട് സ്വാമിയുമായി ബന്ധമില്ലാത്തത് വില്ലുവണ്ടി സമരം നടത്തിയതാരാണ്? അയ്യങ്കാളി. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടോ. വയനാട് സ്വാമി ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. AKG നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടം വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയം. സ്വാതന്ത്ര്യമുള്ള അവകാശം, അന്യായമായ അറസ്റ്റിനും തടങ്കലിനെതിരായ സംരക്ഷണം. താഴെ പറയുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരത്തിൽ തൽപരരായി INL ചേർന്ന മലയാളികൾ ഏതാണ്? വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെൻറ്റ് ജനാധിപത്യ ഭരണ സമ്പ്രദായത്തോട് യോജിക്കാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി. ഇന്ത്യയിൽ പാർലമെൻറ്റ് ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. അത് അങ്ങനെയാണോ? അല്ല. അതാണ് ആൻസറായിട്ട് വരുന്നത്. ഗാന്ധിജി മുന്നോട്ട് വെച്ച നൈംദാലി വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഒന്നും നൽകിയില്ല. അതാണ് ബന്ധമില്ലാത്തത്. എന്തൊക്കെ ബന്ധപ്പെടുത്തു? വിദ്യാഭ്യാസോൽപാദനമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം 8 മുതൽ 14 വയസ്സ് വരെ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കും.
ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ തന്നെയായിരുന്നു. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ബന്ധമുള്ളതാണ് ചോദിച്ചിരുന്നത്. ബന്ധപ്പെടാത്ത പ്രസ്താവന ലോകത്തിലെ ഏറ്റവും എഴുതപ്പെടാത്ത ഭരണഘടന, എഴുതപ്പെടുന്ന ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയിലേത്. ചട്ടമ്പിസ്വാമികളെ ബന്ധപ്പെട്ട പ്രസ്താവന. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാദി നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ കേട്ടോ, ഇതെപ്പോഴും ചോദിക്കും. സ്വദേശിമാനി പത്രം അദ്ദേഹത്തിൻ്റെ ആണോ? അല്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് സ്വദേശിമാനി പത്രം. തിരുവല്ല ഇരുവിപ്പേരിലാണ് അദ്ദേഹം. അല്ല, ഇരുവിപ്പേരിലല്ല, കണ്ണമ്മൂല, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയാണ് ജനിച്ചത്. തിരുവല്ലയിൽ ഇരുവിപ്പേരിൽ ജനിച്ചത് പൊയ്കെ ലോഹനാണ്. ഇന്ത്യയിലെ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖല ഉൾപ്പെടുന്നു? വിദ്യ മേഖല. പ്രത്യേക സാമ്പത്തിക മേഖലയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്നാണ്. ഇന്ത്യ വിദേശ നിക്ഷേപം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ശരിയല്ലാത്തത് കണ്ടെത്തുക. 1935 RBI കറക്റ്റാണ്, 82 നബാർഡ് കറക്റ്റാണ്, 55 SB കറക്റ്റാണ്, 85 RRB തെറ്റാണ്. സർക്കാർ നിയന്ത്രണങ്ങളെ പാമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരാണ് നവ ഉദാരവൽക്കരണം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെരിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്ക് കൊടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. മെഡിസെപ്പ് നിങ്ങൾക്ക് വാങ്ങാം. ഈ ക്വസ്റ്റനൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് ജോലി കിട്ടിയാൽ നിങ്ങൾക്കും മെഡിസെപ്പിന് അർഹത നേടാം. അപ്പോൾ കറക്റ്റായിട്ട് നല്ല പോസിറ്റീവായിട്ട് പഠിക്കുക. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് തളിര്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ചൈനാമൻ എന്നറിയപ്പെടുന്നത് കുൽദീപ് യാദവ്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങിയ വർഷം 1952. അപ്പോൾ 57 എന്തായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത് 1957. വിരാശസഞ്ചാരിയായ യൂറി ഗാരൻ വിരാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേര് വോസ്റ്റോക്ക് 1. ചാന്ദ്രദിനം എന്ന് പറയുന്നത് ജൂലൈ 21. 2019 ദേശീയ രാജ്യ പുരസ്കാരത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ നേടി നീരജ് ചോപ്ര. നമ്മുടെ അഭിമാനമായ നീരജ് ചോപ്ര ഹരിയാന സ്വദേശിയാണ്. ഹരിയാന. 2021 ബുക്കർ പ്രൈസാണ്. ലേറ്റസ്റ്റ് ആയ 25 ബുക്കർ പ്രൈസ് നേടിയ ബാനു മുഷ്താഖ്. ഏതായിരുന്നു കൃതി? ഹാർട്ട് ലാമ്പ്. 2021 G20 രാജ്യങ്ങളിൽ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം 2021 ചോദിച്ചത്. G20 ഇപ്പോഴത്തെ എവിടെയായിരുന്നു? ബ്രസീലല്ലേ? ബ്രസീൽ. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹനാവസ്ഥയുടെ ഭാഗം ചെറുകുടൽ. ജീവകം എവിടെ അഭയാർത്ഥം പോലെ ഉണ്ടാകുന്നത്? നിശാന്തത. സങ്കരീനം തക്കാളി. ഇതെപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റൻ കേട്ടോ. മുക്തിയാണ് എൻ്റെ ആൻസർ. സങ്കരീനം തക്കാളി. പവിത്രയ്ക്ക് ഏതാ? നെല്ലിൻ്റെയാണ് നെല്ല്. ലഡാക്ക് ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. പ്രകാശ സംശ്ലേഷണമായി സസ്യങ്ങൾ പ്രയോജനപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ കോവാക്സിൻ. നിപ്പ രോഗത്തിന് വൈറസ്. മാധ്യമത്തിന് സഹായമില്ലാതെ താപം പ്രക്ഷേപണം ചെയ്യുന്നത് വികിരണം. 2 സമതല ദർപ്പണങ്ങളിൽ ഒരു ജോഡി അരികൾ ചൂട് കൊടുത്തിരിക്കുന്നു. ഏത് കോണുകളിൽ ക്രമീകരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കും? 30 ഡിഗ്രി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിംഗുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് ഹൈഡ്രജനാണ്. ഒരു ദ്രാവകത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ഭാരം നഷ്ടം ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമാണ് എന്ന് പറയുന്ന പ്രസ്താവന ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഐശ്വര്യ ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി സംഭവിക്കുന്നു, കുറയുന്നു. ബഹിരാകാശ ടൂറിസ്റ്റ് ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ബ്ലൂ ഓറിജിൻ്റെ ആദ്യ ബഹിരാകാശയാത്രയിലെ യാത്രികൻ ജെഫ് ബെസോസ്. അന്നത്തെ കറണ്ട് അഫെയറാണ്. അപ്പോളോ 11 ചന്ദ്രദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിലെ പൈലറ്റായിരുന്ന വ്യക്തി 21 ഏപ്രിൽ 12 അന്തരിച്ചു. ഇതിൻ്റെ പേര് മൈക്കിൾ കോളിൻസ്. ഇത് അന്നത്തെ കറണ്ട് അഫെയറാണ്. ബാക്ക് ടു ബേസിക്സ് എന്നറിയപ്പെടുന്ന കൊറോണ വൈറസ്. നിലവിലെ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ്. പക്ഷിപ്പനി കാരണമായ സൂക്ഷ്മജീവി വൈറസ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോകാരോഗ്യ സംഘടന ആസ്ഥാനം ജനീവ. ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. DPT. വാക്സിൻ കുട്ടികൾക്ക് നിന്നൊക്കെയാണ്. ഏതസുഖം പ്രതിരോധം? വില്ലൻ ചുമ അല്ലേ? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. സിക്ക വൈറസ്. ഈഡിസ് ഈജിപ്തി. പൊതുവഴിയാണ് സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമാകുന്ന സംയോജിച്ച വികസന സേവന പരിസ്ഥിതി പദ്ധതി സ്ഥാപിച്ച 1975. കേരള. ദേശീയ ആരോഗ്യ ദിനത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയാണ് ഒരു ആശാപ്രവർത്തകരെ നിയമിച്ചിട്ടുള്ളത്? 1000. ORT ലായനി വയറിളക്ക രോഗങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കാൻ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. മിലിന്യ രോഗം എന്ന് പറയുന്നത് AIDS ആണ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2019 ഇതിൻ്റെ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് എന്ന് 66.67. അപ്പോൾ നിലവിൽ നിങ്ങൾ പുതിയ വർഷം 25 ഏകദേശം 80+ മേടിച്ചാൽ മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എത്ര വേഗം നന്നായിട്ട് എല്ലാവരും പഠിക്കുക.